മാർച്ച് 19 മുതൽ 27 വരെയാണ് ഇത് 2026 ചൈത്ര നവരാത്രി. നമ്മൾ കേരളത്തിൽ കന്നിമാസത്തിലെ നവരാത്രി മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. പക്ഷേ ഭാരതത്തിൽ മറ്റ് പലയിടങ്ങളിലും ഈ ചൈത്ര നവരാത്രിയും അതേപോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട്. അതിൽ 19 തീയതി മുതൽ 19 തീയതി നമ്മൾ മറ്റേ ഇത് നവരാത്രിയിലുള്ളതുപോലെ തന്നെ ഇത് ആദ്യം ശൈലപുത്രി, രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി, പിന്നെ ചന്ദ്രഘണ്ഠ, പിന്നെ കൂശ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ആ പേരിൽ തന്നെയുള്ള ദേവിമാരെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലും ആരാധിക്കുന്നത്. അപ്പം നമ്മളിവിടെ ക്ഷേത്രങ്ങളിലൊന്നും ഇതിന് പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുക്കണുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, നമ്മൾ കാണുന്നില്ല അങ്ങനെയൊന്നും. അതുകൊണ്ട് നമുക്ക് ഇതറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9 ദിവസവും നമുക്ക് വ്രതം ആചരിക്കാം. വ്രതം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് കഴിയുന്ന സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം നമ്മൾ അരിയാഹാരം കഴിക്കുക. ബാക്കി 2 നേരവും വേറെ എന്തെങ്കിലും ഭക്ഷണം, അതായത് പഴങ്ങൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ പച്ചക്കറി, അല്ലെങ്കിൽ ഗോതമ്പ്, റാഗി, ഇങ്ങനെയൊക്കെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റി കഴിച്ച് നോക്കാം. അല്ലാതെ ഇപ്പം നമ്മൾ ഏകാദശി പോലെ അത്രയും കാര്യമായിട്ടൊന്നും അല്ല, അങ്ങനെ ഒരു നിഷ്ഠയൊന്നും ഈ ഭക്ഷണത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുക. അരമണിക്കൂർ എടുക്കും, അതല്ലേ ഉള്ളൂ. പിന്നെ നാമങ്ങൾ, ദേവിയുടെ നാമങ്ങൾ നമുക്കിഷ്ടം പോലെ ചൊല്ലാം. വേറെ ഒന്നും കിട്ടിയില്ലേ, ഓം മഹാദേവിയെ നമഃ നമുക്ക് ചൊല്ലാം. അങ്ങനെ നമുക്കും ഈ ചൈത്ര നവരാത്രി ആ ദിവസങ്ങളിൽ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ഒന്നുമില്ല, 9 ദിവസമെങ്കിലും നമ്മൾ ശുദ്ധവും വൃത്തിയൊക്കെ പാലിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുമല്ലോ, അതുതന്നെ വലിയ കാര്യമാണ്. എല്ലാവർക്കും നല്ല ഒരു ദേവി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.